തിരിച്ചു വരാം. വൈഡായിട്ട് പോകുമ്പോൾ അങ്ങനെ. അപ്പോൾ നമശിവായ. നമശിവായ. അപ്പോൾ ഈ ഭൂമി, നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് തന്നെയാണ് നമ്മളുടെ ഈ ദേശം തന്നെയാണ് ഈ ദേഹത്തിന് കാരണമെന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ ശിവനെക്കുറിച്ചോ ശിവരാത്രിയെക്കുറിച്ചോ ഈ ശിവരാത്രി മഹാത്മ്യത്തെക്കുറിച്ചോ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഈ വസ്തുത ജനങ്ങളിൽ നിന്നും മറച്ചു വച്ചിരിക്കുകയാണ്. പുരോഹിത വംശമോ ക്ഷത്രിയ വീഴമോ എന്തായിക്കോട്ടെ, ഇത് നമ്മളിൽ നിന്നും മറച്ചു പിടിച്ചിരിക്കുകയാണ്. നമ്മളുടെ ദേവസങ്കല്പങ്ങളെ മുഴുവൻ ഏകദൈവത്തെയും ബഹുദൈവത്തെയും എല്ലാം മറച്ചു വെച്ച് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ശിഥിലീകരിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ മതവാദികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ മറ്റ് തെറ്റായിട്ട് ധരിക്കില്ല. ശിവൻ എന്ന് പറയുന്നത് ഈ ഭൂമിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയാത്തിടത്തോളം കാലം, വിഷ്ണു എന്ന് പറയുന്നത് ഈ വൈഷ്ണവ ലോകമാണ്, ഈ ഹരിത ലോകമാണ്, ഹരി എന്ന് അറിയാത്തിടത്തോളം കാലം, സുന്ദരിയായിട്ടുള്ള പാർവതി ഈ പർവ്വതത്താൽ വന്നെത്തുന്ന പർവ്വതത്തിൻ്റെ പുത്രിയായിരിക്കുന്ന ഈ ജലമാണ് എന്ന്, പരിശുദ്ധമായിരിക്കുന്ന ഈ ജലമാണ് എന്ന് അറിയാത്തിടത്തോളം കാലം, ഹരൻ എന്ന് പറയുന്നത് ഈ ഭൂമിയാണെന്നും ഹരൻ്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ആ ഹരഹരൻ എന്ന് പറയുന്നത് മൗണ്ടുകളാണ് എന്ന് നമ്മൾ അറിയാത്തിടത്തോളം കാലം, ശ്വസനശീലമുള്ള സർവ്വജീവഗണങ്ങളുടെയും പതിയാണ് ഗണപതി എന്ന് നമ്മൾ അറിയാത്തിടത്തോളം കാലം നമ്മൾ അന്ധവിശ്വാസത്തിൻ്റെ ആ മാറാപ്പും ചുമന്ന് തന്നെ നിൽക്കുകയും, ഇതെല്ലാം നമ്മളുടെ ശാസ്ത്രീയതയിലേക്ക്, നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനും ഇത് അറിയുവാനും ഈ ദേവസങ്കല്പങ്ങളെ, ദിവസങ്കല്പങ്ങളാണ്, ഈ ദിവസങ്കല്പങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ രാവും പകലും തിരിച്ചറിയാൻ പറ്റില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളുടെ ഈ ദൈവവിശ്വാസം, ഈ തെറ്റായിട്ടുള്ള ദൈവവിശ്വാസം നമ്മളെ എത്തിച്ചു വരും. അപ്പോൾ നന്മയും തിന്മയും തിരിച്ചറിയാൻ പാടില്ലാത്ത രീതിയിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത് പോലെ കുറച്ച് നാൾ കഴിഞ്ഞാൽ രാവും പകലും പോലും തിരിച്ചറിയാൻ പറ്റില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് ഈ സമൂഹം എത്തിക്കും. ഔഷധി എന്ന് പറയുന്നത് സസ്യപ്രകൃതിയാണ്, ഹരിയാണ്. സൂര്യൻ്റെ ശൂരപത്മാവെന്ന് പറയുന്ന സൂര്യതാപത്തെ ഹനിക്കുവാനുള്ള ശേഷി ഈ മഹാവൈഷ്ണവ ശക്തിക്ക് മാത്രമാണുള്ളത്. അപ്പോൾ ഈ മഹാവൈഷ്ണവ ശക്തി ചെയ്യുന്നത് മുഴുവൻ വിഷാംശങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് ഔഷധിയായി നിൽക്കുകയാണ്. അപ്പോൾ പാർവതിയാണ് ശിവൻ്റെ ഖണ്ഡത്തിലെ ആ കാളകൂട വിഷത്തെ കഴിക്കുമ്പോൾ, പാനം ചെയ്യുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുന്നത് ശ്രീ പാർവതിയുടെ കരങ്ങളാണ്. നമ്മളുടെ പ്രപഞ്ചത്തിലേക്ക് വന്നാൽ ആ പാർവതിയുടെ കരങ്ങൾ തന്നെയാണ് നമ്മുടെ നദികൾ. നമ്മളുടെ നദികൾ നമ്മളുടെ മണ്ണിൻ്റെ വിഷാംശത്തെ മാറ്റി ശുദ്ധീകരിച്ച് പവിത്രീകരിച്ച് നമുക്ക് മുഴുവൻ ജീവനാംശത്തെയും മേകുവാൻ പാകത്തിന് ഈ മഹാവൃക്ഷ പ്രകൃതിയെ നട്ടുപരിപാലിക്കുന്ന ജലസേവയാൽ പ്രേമരൂപേണ വ്യാപിച്ച് ഈ മണ്ണിൻ്റെ മാറിൽ ഈ ഒരു തരി പോലും സമുദ്രത്തിലേക്ക് പോകാതെ മണ്ണിനെ ചേർത്ത് വയ്ക്കുകയും മണ്ണിലേക്ക് ജലത്തെ ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മഹാവൃക്ഷ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഈ ഭൂമിയെ വളരെ ശാസ്ത്രീയമായിട്ട് ചിട്ടപ്പെടുത്തുന്ന ജീവിത രീതിയാണ് ഭാരതം ലോകത്തോട് പറയുന്നത്. അപ്പോൾ മാത്രമാണ്, ഈ വൈഷ്ണവാരാധനയിലൂടെ മാത്രമാണ് നമുക്ക് ഹിമാലയത്തിൻ്റെ ഉയരം കുറയാതിരിക്കുവാനായിട്ടും സപ്തസാഗരങ്ങളിൽ നിന്നും സപ്തഭൂഖണ്ഡങ്ങളെ ഉയർത്തി നിർത്തുവാനും നമുക്ക് കഴിയുന്നത്. അപ്പോൾ ആ വൈഷ്ണവ ജീവനെ നിലനിർത്താൻ കഴിയുന്നത് ആ പ്രക്രിയയാണ് ശിവരാത്രി, മഹാത്മ്യ ശിവരാത്രി വ്രതമൊക്കെ അതാണ്. നമ്മളുടെ ഈ മഹാവൃക്ഷ പ്രകൃതിയുടെ വൈഭവത്താലാണ് 7 കടലുകൾ പ്രത്യക്ഷമായിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം ഏകമാകും, സമുദ്രം ഏകമാകും. വൈഷ്ണവ ശക്തിയാണ് സപ്ത ഭൂഖണ്ഡങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്, സപ്തദ്വീപുകളെ സൃഷ്ടിച്ചിരിക്കുന്നത് വൈഷ്ണവ ശക്തിയാണ്. ഈ സൗരശക്തിയെ ഭൂമിയിലേക്ക് ആവാഹിക്കുവാനുള്ള ശേഷി ഈ വൃക്ഷപ്രകൃതിക്ക് മാത്രമേ ഉള്ളൂ. സപ്തഭൂഖണ്ഡങ്ങളെയും ദ്വീപുകളാക്കി നിർത്തുന്ന വൈഭവം വൈഷ്ണവ ശക്തിയുടേതാണ്. അത് ജലത്തിൻ്റെ മായയാണ്, പാർവതിയുടെ മായയാണ്. ആ പാർവതിയുടെ മായയാണ് മുഴുവൻ വിഷാംശങ്ങളെയും നീക്കി നമുക്ക് ആരോഗ്യമുള്ള ശരീരത്തെ നൽകുന്നത്. നന്നായിട്ട് ജലത്തെ പാനം ചെയ്യും. സപ്തനദികൾ എങ്ങനെ ഭൂമിയെ, ഭാരത ഭൂഖണ്ഡത്തെ ശുദ്ധീകരിക്കുന്നു, അതുപോലെ സപ്തനാടികളിലൂടെയും സപ്ത ഭൂഖണ്ഡങ്ങളെ പവിത്രീകരിക്കുന്ന അതേ പ്രക്രിയയിലൂടെ ധാരാളം വെള്ളം കുടിക്കുക, നദി പോലെ ഒഴുക്കുക ജലം. നമ്മൾ ശുദ്ധീകരിക്കുന്നത് അകവും പുറവും ജലത്താലാണ്. ശുദ്ധീകരിച്ചില്ലെങ്കിൽ ശിവൻ വിഷാവസ്ഥയിലാകും, ശരീരം വിഷാവസ്ഥയിലാകും. ദേഹം നന്നാകുന്നതും ദേശം നന്നാകുന്നതും ജലത്താലാണ്. അത് മഹാവൈഷ്ണവ ശക്തിയുടെ മാജിക്കാണ്. ആ മാജിക്കാണ് നമ്മളുടെ ജീവൻ്റെ കാരണം. ആ അസ്തിത്വത്തിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. അങ്ങ് ഇത്രയൊക്കെ പറഞ്ഞു, ശിവരാത്രിയെക്കുറിച്ച്, ശിവനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും തന്നെയാണ് പറഞ്ഞത്. പക്ഷേ നിത്യജീവിതത്തിൽ ഇത് നമ്മളിപ്പോൾ ദിനചര്യകളിൽ
ഇതെങ്ങനെ പരിപാലിക്കണം എന്ന് ലളിതമായി എന്നുള്ള പറയണം. ഇതിപ്പോൾ വലിയൊരു സയൻസാണ് അങ്ങ് പറഞ്ഞത്. ആ സയൻസ് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലായിക്കോണമെന്നില്ല. പക്ഷേ ആ സയൻസിലേക്ക് നടന്നെടുക്കാൻ വേണ്ടി, പ്രവൃത്തി ചെയ്യാൻ വേണ്ടി, ആ പ്രവൃത്തി ചെയ്യുമ്പോഴാണല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നത് അതെ ഏത് കാര്യവും. അതെ അപ്പോൾ ആ ഒരു ശുദ്ധീകരണ പ്രക്രിയ നിത്യജീവിതത്തിലെ കാര്യത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? ഓരോരുത്തർക്കും ഈ ശിവത്വം നിലനിർത്താൻ വേണ്ടിയിട്ട്, പാർവതിയെ നിലനിർത്താൻ വേണ്ടി, പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ദിനം പ്രതി ചെയ്യേണ്ട ഡ്യൂട്ടി? അത് ശിവരാത്രിക്ക് പ്രത്യേകതയുണ്ടെങ്കിൽ അതും. അതെ, ശിവരാത്രി വ്രതമാണ്. ശവാഹാരത്തെ ഒഴിവാക്കിയിട്ട് ശിവാഹാരത്തിലേക്ക്, അതായത് നമ്മളുടെ മുഴുവൻ ജീവനാംശവും മഹാവൈഷ്ണവ ശക്തിയുടേതാണ്. അത് സൗജന്യമാണ്, 100% സൗജന്യമായിട്ട് നമുക്ക് മുഴുവൻ ജീവനാംശവും, നമ്മളുടെ ഭക്ഷണവും ശ്വാസവും എല്ലാം, ഔഷധിയും ആയുസ്സും എല്ലാം, വസ്ത്രവും എല്ലാം നൽകുന്നത് ഈ വൈഷ്ണവ ലോകമാണ്. സർവ്വതും ബുദ്ധിയും എല്ലാം ആ ജീവനാംശം പൂർണ്ണമായിട്ട് നമ്മൾ സ്വീകരിക്കണം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഈ ജീവനാംശത്തെ നമ്മൾ സ്വീകരിക്കുന്നില്ല ഡയറക്റ്റ്. അപ്പോൾ നമ്മൾ ശവാഹാരത്തിലേക്ക് തിരിഞ്ഞതുകൊണ്ട്, നമ്മൾ വേവിച്ച ഭക്ഷണങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് കൊണ്ട് നമ്മളുടെ ശിവത്വം നഷ്ടപ്പെടും. നമ്മൾ എന്നും വേലിയേറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വേലിയേറ്റ സമയത്ത് സാധാരണ വേലിയേറ്റം ആ ചന്ദ്രകാന്തം തന്നെയാണ് നമ്മളുടെ ജീവനെ ഇത്രയും കാന്തിയോടെ നിലനിർത്തുന്നത്. വേലിയേറ്റ സമയത്ത് ധാരാളം വെള്ളം നമ്മളുടെ ശരീരത്തിലുണ്ടാവണം. നേരം പുലർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ധാരാളം വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം. ഉദിക്കുന്നതിന് മുമ്പ് ആകസ്സിൽ ആഹാരം നിശയിൽ നീക്കാറുണ്ട്. രാവിലെ ഉണരുമ്പോൾ തൊട്ട് നമുക്ക് ധാരാളം വെള്ളം കുടിക്കാം. അത് വളരെ സിപ്പ് ചെയ്ത് കുടിച്ചാൽ മതി. നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഭക്ഷണം കഴിച്ചു? അങ്ങനെ ചോദിക്കുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ചോ എന്നല്ല ചോദിക്കേണ്ടത്, വെള്ളം കുടിച്ചോ എന്ന് ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ ചത്ത വെള്ളമാണ് കുടിക്കുന്നത്. പച്ചവെള്ളം കുടിക്കാൻ പറ്റില്ല. കാരണം ഭൂമിയിൽ ഇനി ക്ഷേത്ര ദേശം ഒഴിച്ച് ബാക്കി മുഴുവൻ മലീമസപ്പെട്ടിരിക്കുന്നു. സെപ്റ്റിക്കായിട്ടുണ്ട് ഭൂമി. തൊട്ടാൽ ചാകുന്ന സൈനൈഡ് പോലെ എത്തിച്ചു വെച്ചിരിക്കണം ഭൂമിയിൽ. മക്കൾ ചെരുപ്പില്ലാതെ പുറത്തിറങ്ങിയാൽ തല്ലും. കാരണം ചത്തുപോകുന്ന ഈ ഭൂമിയെ ചെരുപ്പില്ലാതെ ചവിട്ടുക. നഗ്നപാതം കൊണ്ട് ഭൂമിയെ ചവിട്ടിയാൽ നീ ചത്തുപോകും, മരിച്ചു പോകും. നിനക്ക് അസുഖം വരും. മഴ നനഞ്ഞാൽ നിനക്ക് അസുഖം വരും. കാരണം അന്തരീക്ഷം അത്രയും പ്രശ്നമാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ കരികിലകൾ കത്തിച്ച്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിച്ച്, നമ്മളുടെ എല്ലാ രീതിയിലും ഈ അന്തരീക്ഷത്തെ ബീഡി വലിച്ചും കഞ്ചാവ് വലിച്ചും എല്ലാം ഈ ഭൂമിയെ നശിപ്പിച്ച് വെച്ചിരിക്കുക. ഇങ്ങനെ നമ്മൾ ഈ പ്രപഞ്ചത്തെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ശരീരത്തെയും നമ്മൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവത്വമില്ലാത്ത ജലം, ശിവത്വമില്ലാത്ത ആഹാരത്തിലൂടെ, ശിവത്വമില്ലാത്ത വായുവിലൂടെ നമ്മൾ ശവമായി തീരുകയാണ്. അപ്പോൾ അതിന് പരിഹാരം പ്രവൃത്തി, ദൈനംദിനമുള്ള പ്രവൃത്തി, അതാണ് ആവശ്യം. പ്രവൃത്തി, നല്ല ഭക്ഷണം കഴിക്കുക, അത് കൃത്യസമയത്ത് കഴിക്കുക. നമുക്ക് ത്രിദോഷങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 6 ഋതുക്കളുടെ പ്രതിഭാസത്താലാണ് നമുക്ക് ത്രിദോഷങ്ങൾ ഉണ്ടാകുന്നത്. ശിശിരവും വസന്തവും ചേരുമ്പോഴാണ് വാത എന്ന് പറയുന്ന അവസ്ഥ. ആകാശമാണ് കാരണം. ഡാർക്ക് എനർജിയിൽ നിന്നുണ്ടാകുന്നതാണ് വാത. വൈറ്റ് എനർജിയിൽ നിന്നുണ്ടാകുന്നതാണ് പിത്ത. അത് അഗ്നിയാണ് പിത്തത്തിന് കാരണം. വൈറ്റ് എനർജിയാണ് പിത്തത്തിന് കാരണം. ഗ്രീഷ്മവും വർഷവും ചേരുമ്പോഴാണ് പിത്ത എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഇത്രയും ദോഷാവസ്ഥയിലൊന്നാണ് പിത്ത. മണ്ണും ജലവും ചേരുമ്പോഴാണ് ശരത്കാലം ഉണ്ടാകുന്നത്. ആ ശരത്തും, അതായത് അസ്തമയകാലം, ആ ശരത്തും ഹേമന്തവും ചേരുമ്പോഴാണ് കഫ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ വാത, പിത്ത, കഫ. ആ കഫ എന്ന് പറയാൻ കാരണം, കഫ ഉണ്ടാകുന്നതിന് കാരണം നമ്മളുടെ ശരീരത്തിലെ ഭക്ഷണ രീതിയാണ്. മണ്ണാണ് ഒന്നാമത്തെ കാരണം. വാദം ഉണ്ടാകുന്നത് ആകാശത്താലാണ്, പിത്തമുണ്ടാകുന്നത് അഗ്നിയാലാണ്, കഫം ഉണ്ടാകുന്നത് മണ്ണിനാലാണ്. ഈ ത്രിദോഷങ്ങൾ നമ്മൾ മേടിച്ചു വയ്ക്കുന്നതാണ്. നമ്മളുടെ ഭക്ഷണം കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് കഫം ഉണ്ടാകും. കഫം തന്നെയാണ് മൂന്നാമത്തെ രോഗാവസ്ഥയാണ് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് കാരണം. നമ്മളുടെ മുഴുവൻ രോഗങ്ങൾക്കും കാരണം പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ പ്രപഞ്ചം തന്നെയാണ്. ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന് നമ്മൾ എന്താണ് സ്വീകരിക്കുന്നത്? എനർജിയല്ല ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, വിഷത്തെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ എനർജി സ്വീകരിക്കാൻ വേണ്ടി ദിനചര്യയിൽ എന്ത് മാറ്റാ വരുത്തേണ്ടത്? ഭക്ഷണത്തിൻ്റെ കാര്യം അങ്ങ് പറഞ്ഞു. ഭക്ഷണത്തിൻ്റെ കാര്യം, വാദം, പിത്തം, കഫത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഭക്ഷണ രീതികൾ ഒന്ന് മാറ്റിപ്പിടിക്കുന്നത്. ആദ്യം നമുക്ക് വൈകുന്നേരം തൊട്ട് തുടങ്ങാം. അതാണ് തിരുമണം നല്ലത്. വൈകുന്നേരം നല്ല ചൂടുള്ള കഞ്ഞി, നല്ല പയറുവർഗ്ഗങ്ങൾ, കടല,
മുതിര അതുപോലെയുള്ള ഭക്ഷണങ്ങൾ, ജലാംശമുള്ള ഭക്ഷണം, നല്ല ചൂട് ഭക്ഷണം കഴിക്കുക വൈകുന്നേരം. അത് ജലദോഷത്തെ, അതായത് കഫത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കും. രാവിലെ ആവിയിൽ വേവിച്ച ചെറു ചൂടുള്ള ഭക്ഷണം കഴിക്കും. ഒരു 7-7:30 ആകുമ്പോൾ രാവിലെ കഴിക്കും, 8 മണിക്ക് വരെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കരുത്. അപ്പം മനസ്സ് സങ്കീർണമാകും. നമ്മളുടെ ആ ടൈം കറക്റ്റായിരിക്കും. പ്രഭാതത്തിലാവും. ഉച്ചയ്ക്ക് രാവിലെ അപ്പോൾ ചെറു ചൂടോടെയാണ്. ഉച്ചയ്ക്ക് വേവിക്കാത്ത ഭക്ഷണമാണ് കഴിക്കുന്നത്. അപ്പോൾ പിത്ത എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് കേട്ടിട്ടില്ല, പകലുറങ്ങിയ പിത്തം വരും. അപ്പോൾ പിത്താവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വേവിക്കാത്ത ഭക്ഷണം കഴിക്കണം. എങ്ങനെ വേവിക്കാത്ത ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റുമോ അങ്ങനെ ഹരിതോർജ്ജമായിരിക്കുന്ന ഈ സൗരോർജ്ജത്തിൽ വിളയുന്ന, പൂക്കുന്ന, കായ്ക്കുന്ന എല്ലാം നമുക്ക് കഴിക്കാം. പച്ചയ്ക്ക് എന്തെല്ലാം കഴിക്കാമോ അതെല്ലാം ഉച്ചയ്ക്ക് കഴിക്കാം. ഈ രോഗാവസ്ഥയുള്ളവർ, പിത്തമുള്ളവർ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള സമയം എത്ര മണിക്കൂർ വരും? രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ 8 മണിക്കൂർ വരും. 8 മണിക്കൂറാണ് പിത്താവസ്ഥയ്ക്ക് കാരണം. അപ്പോൾ പകൽ ഉറങ്ങുകയോ പകൽ ചൂടുള്ള ഭക്ഷണം കഴിക്കുകയോ കണ്ടമാനം വേവിച്ച ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നത് ശീലമാക്കാതിരിക്കുക. വേവിക്കാത്ത ഭക്ഷണം കഴിക്കുക. പിത്തമുള്ളവർ, കഫമുള്ളവർ വൈകുന്നേരം നല്ല ചൂടുള്ള ഭക്ഷണം, ജലാംശമുള്ള ഭക്ഷണം കഴിക്കുക. നവധാന്യങ്ങളെ കൊണ്ടുള്ള ഭക്ഷണമാണ് വൈകുന്നേരം. ശരീരത്തെ നവമാക്കാനായിട്ട് വേറെ മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ നവധാന്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈകുന്നേരം നല്ല ചൂടുള്ള ഭക്ഷണം കഴിക്കുക. രാവിലെ ആവിയിൽ വേവിച്ച് ചെറിയ ചൂടുള്ള ഭക്ഷണം, സാത്വിക ഭക്ഷണം കഴിക്കുക. വാതാപിത്ത കഫ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ത്രികാലത്തിലെ പൂജ പോലെ തന്നെ നമ്മളുടെ ശരീരത്തെയും നമ്മൾ പൂജിക്കുക. അവിടെ ശിവത്വം നഷ്ടപ്പെട്ട് ശവത്വത്തിലേക്ക് വന്നാൽ റിസൾട്ട് വേറെയാവും. 6ാമത്തെ ഭൂതം പണി തുടങ്ങും. 6ാമത്തെ ഭൂതം അർബുദമാണ്. അപ്പോൾ ആ ശാസ്ത്രീയമായിട്ടുള്ള ജീവിത രീതിയിലേക്ക് നമുക്ക് തിരിച്ചു വന്നാൽ ബീജാത്മാവ്, മനുഷ്യൻ്റെ ബീജാത്മാവിൻ്റെ ഗ്യാരണ്ടി 120 വർഷമാണ്. ഗ്യാരണ്ടിയാണത്. ആ 120 വർഷം പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയിട്ട് ഈ ആത്മശക്തിയുടെ, ഈ ബീജാത്മാവിൻ്റെ ഒപ്പം നമ്മളുടെ മനസ്സിനും ശരീരത്തിനും സഞ്ചരിക്കുവാനുള്ള ശേഷിയുണ്ടാകും. ഇതേ രീതിയിൽ മനസ്സിന് വേണ്ടി രാവിലെ ഭക്ഷണം, ഉച്ചയ്ക്ക് നമ്മൾ ആത്മശക്തിക്ക് വേണ്ടിയിട്ട് നല്ല കലോറിയുള്ള വേവിക്കാത്ത ഭക്ഷണം, വൈകുന്നേരം ശരീരത്തിന് വേണ്ടി നല്ല പ്രോട്ടീനുള്ള ഭക്ഷണം. അപ്പോൾ ശരീരത്തിന് വേണ്ടിയുള്ള കാര്യം കഴിഞ്ഞു. ഇനി നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ച് മനസ്സിനെ നിയന്ത്രിക്കണമല്ലോ. അതെ. അപ്പോൾ ശിവരാത്രിയെ സ്വീകരിക്കണം. അതെ. അതെങ്ങനെ സ്വീകരിക്കണം? എന്ത് പ്രവർത്തികളൊക്കെ അവന് ചെയ്യേണ്ടത്? ആഹാരത്തിൻ്റെ കാര്യം അങ്ങ് പറഞ്ഞു. അതെ. നമ്മൾ മുറ്റമടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശുദ്ധിയാണ്. ശരീരത്തിലായാലും നമ്മുടെ ശിവരാത്രി വ്രതം എന്ന് പറഞ്ഞാൽ ശുദ്ധി ചെയ്യലാണ്, ശുദ്ധിയാണ്. ഒരു ഭാഗം അങ്ങ് പറഞ്ഞു. വൃത്തിയും പ്രവൃത്തിയും ശുദ്ധമായിരിക്കണം. വൃത്തിയായിരിക്കണം പ്രവൃത്തി. അവിടെ ശുദ്ധിയില്ലെങ്കിൽ അശുദ്ധിയാണ്. അശുദ്ധി ശരീരത്തിൽ വന്നാൽ അത് അശുഭ ലക്ഷണമാണ്. നമ്മളുടെ മുഴുവൻ സുഖങ്ങളെയും നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ തൊടികളിൽ നിന്ന് അസുഖം വരാം. അതെ. അപ്പോൾ രോഗമാണ് ചുറ്റും. ഇപ്പോഴത്തെ അന്തരീക്ഷം രോഗാവസ്ഥയാണ്. മാറ്റണം. അതിനെ മാറ്റണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വൈകുന്നേരങ്ങളിൽ പുരക്കകം അല്ലെങ്കിൽ മുറ്റമൊക്കെ അടിക്കുകയാണെങ്കിൽ നനഞ്ഞ് കിടക്കണം. മുറ്റം അകം ശരിക്കും നനച്ച് തുടയ്ക്കാനേ പാടുള്ളൂ. വൈകുന്നേരം ജലത്താൽ എങ്ങനെ മണ്ണിലേക്ക് ജലം വൈകുന്നേരം പാർവതി വന്ന് ഈ മണ്ണിനെ നനയ്ക്കുന്നോ അതുപോലെ നമ്മളുടെ മുറികൾ ജലത്താൽ തുടച്ച് വൃത്തിയായി, പൊടികളില്ലാതെ. രാവിലെ മുറ്റടിക്കുമ്പോഴത്തേക്കും ചന്ദ്രകാന്തത്താൽ, വേലിയേറ്റത്താൽ ഈ പൊടി മുഴുവൻ അന്തരീക്ഷത്തിലേക്ക് പൊങ്ങും. അപ്പോൾ നമ്മളുടെ ശരീരത്തിലെ ജലാംശം കുറവാണെങ്കിൽ മുട്ടിന് താഴത്തേക്കുള്ള ബ്ലഡിൻ്റെ സർക്കുലേഷനും പ്രശ്നമാവും. ധാരാളം വെള്ളം കുടിക്കുക. രാവിലെ തന്നെ സിപ്പ് ചെയ്ത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ആവശ്യത്തിനുള്ള വെള്ളം, ദാഹിക്കാതെ വെള്ളം കുടിച്ചുള്ള ശീലം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ മുറ്റത്ത് നമ്മൾ മുറ്റമടിച്ചു കഴിഞ്ഞാൽ 7 അടി പൊക്കത്തിലാണ് പണ്ട് വെള്ളം ഇങ്ങനെ പൊക്കി തളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വെള്ളം തളിച്ച് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിന്ന ആ പൊടിപടലങ്ങളെ നമ്മൾ ഭൂമിയിലേക്ക് എത്തിക്കുക. അന്തരീക്ഷത്തെ കഴുകുന്ന പ്രക്രിയയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. മുറ്റം അടിച്ചു കഴിഞ്ഞാൽ വെള്ളം തളിക്കണം. വെള്ളം തളിച്ച് ശുദ്ധമാക്കണം. മഴ ചെയ്യുന്ന പ്രതിഭാസം വായുവിനെ ശുദ്ധീകരിക്കുക എന്നുള്ള പ്രതിഭാസമാണ്. വായുമണ്ഡലത്തെ നവീകരിക്കലാണ് മഴ ചെയ്യുന്ന പ്രതിഭാസം. അതുപോലെ തന്നെ നമ്മൾ നിത്യവും
മുറ്റമടിച്ചു കഴിഞ്ഞാൽ അകം പുറവുമെല്ലാം ജലത്താൽ സേവയെ ചെയ്ത് ആ പൊടിയെ അവിടെ ഒതുക്കി നിർത്തണം. മണ്ണും ജലവും ചേർന്നിരുന്നാൽ മാത്രമാണ് ഈ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരാതിരിക്കുന്നത്. ഇത് ഈ ശിവരാത്രി വ്രതത്തിന്റെ ഇത് ഭാഗമാണ്. എന്നും വ്രതമാണിത്, നിത്യവ്രതമാണ്. ആ പ്രവൃത്തിയാണ് ആ വൃത്തിക്ക് കാരണമായിരിക്കുന്നത്. ആ വൃത്തിയാണ് നമ്മളുടെ ശുദ്ധിക്ക് കാരണം, അല്ലെങ്കിൽ അശുദ്ധിയാവും. ഇത് ചെയ്യാന്നുള്ളതാണ് പ്രധാനം. ഇതൊന്നും ചെയ്യാതെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി നമ്മൾ പണം കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവിടെ ആചാര്യം പറയുന്നതനുസരിച്ച് ബലിയിട്ടിട്ടോ കാര്യമില്ല, ഒരിക്കലുമില്ല. അത് ആർക്കാണ് ബലി? പിതൃലോകത്തിന്, ഹരിതലോകത്തിനാണ് ബലി. ആ ശിവരാത്രിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മരം വെട്ടി വിറ്റിട്ടോ അല്ലെങ്കിൽ വനനശീകരണം നടത്തിക്കൊണ്ടോ അല്ല ശിവരാത്രി നമ്മൾ കൂടേണ്ടത്. വനപരിപാലനം ചെയ്തുകൊണ്ട്, വൃക്ഷത്തൈകളെ നട്ടുകൊണ്ട്, വനത്തെ സംരക്ഷിച്ചുകൊണ്ട്, ആ വൃക്ഷലോകത്തിൻ്റെ വേരുകൾക്ക് പോലും ഒരു ദോഷം സംഭവിക്കാതിരിക്കാനായിട്ട് ജലത്തെ സേവയെ ചെയ്തുകൊണ്ട്, ജലത്തെ തളിച്ചുകൊണ്ട്, നമ്മളുടെ ദേശത്തും നമ്മളുടെ ദേഹത്തിലും നല്ല പരിശുദ്ധമായിരിക്കുന്ന കുംഭത്തിലെ ജലമെന്ന് പറഞ്ഞാൽ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ജലമാണ്. ആ ജലമാണ് ജീവനെ വസന്തത്തിന് കാരണമാക്കി പ്രാപ്തയാക്കുന്നത്. ആ മുഴുവൻ വിഷാംശങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന ആ കുംഭമാസത്തിലെ ഔഷധ ഗുണമുള്ള ആ ജലത്തെ കൊണ്ട് നമ്മൾ ശരീരത്തിനകത്തും പുറത്തും നമ്മളുടെ ദേഹത്തിലും ദേശത്തിലുമെല്ലാം ശുദ്ധിയെ ചെയ്ത് ഈ ഭൂമിയുടെ ബോധത്തെ അവിടെ ഇരുത്തുകയാണ്, ശരിക്കും പ്രതിഷ്ഠിതമാക്കുകയാണ് ചെയ്യുന്നത്. മണ്ണും ജലവും ചേരുമ്പോഴാണ് ബ്രഹ്മശക്തി ജനിക്കുന്നത്, ബ്രാഹ്മണ്യം ജനിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ബ്രാഹ്മണ്യം ജനിക്കുന്നത്, ബ്രഹ്മശക്തി ജനിക്കുന്നത് മണ്ണും ജലവും ചേരുമ്പോഴാണ്. ആ മണ്ണും ജലവും ചേർത്തിരുത്താനുള്ള വൈഭവം വൈഷ്ണവ ശക്തിയുടേതാണ്. അതുകൊണ്ടാണ് പിതൃനമസ്കാരം ശിവരാത്രി ദിവസം ചെയ്യുന്നത്. അപ്പോൾ ഈ ഭൂമിയെക്കുറിച്ച് ചിന്തിച്ച്, ഈ ജലത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് ചിന്തിച്ച്, ഇതിനെ രണ്ടും ചേർത്ത് വയ്ക്കുവാനുള്ള മഹാവൃക്ഷ പ്രകൃതിയെ മൂലപിതൃവായി കണ്ട് അവയെ നമസ്കരിച്ചുകൊണ്ട് ഒരു ദിവസം ഉണ്ണാതെ ഉറങ്ങാതെ ജലപാനത്തെ ചെയ്തുകൊണ്ട് ഭൂമിയിലും ശരീരത്തിലും ഒരുപോലെ ജലസേവയെ ചെയ്തുകൊണ്ട്, ധാരയെ ചെയ്തുകൊണ്ട്, ശിവങ്കൽ എങ്ങനെ ധാരയെ കൊടുക്കുന്നു അതേ രീതിയിൽ നമ്മളുടെ വീടിനും നമ്മളുടെ ശരീരത്തിനുമെല്ലാം ധാരയെ കൊടുത്തുകൊണ്ട്, ദേശത്തിനും ധാരയെ കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിതത്തിലേക്ക്, നമ്മൾ ജീവലോകത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളൊരു മഹായജ്ഞമാണ് ചെയ്യുന്നത്, ഒരു വലിയ യാഗമാണ് ചെയ്യുന്നത്. ആ യാഗമാണ് ശിവരാത്രി. നമ്മളുടെ നദീതടങ്ങളെല്ലാം, തീർത്ഥക്കുളങ്ങളെല്ലാം, കിണറുകളെല്ലാം, വീടുകളെല്ലാം, സർവ്വപാത്രങ്ങളും ശിവത്വത്താൽ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ, ജലത്താൽ അതിനെ പവിത്രീകരിക്കുന്ന പ്രക്രിയയാണ് ശിവരാത്രി. ആ ശിവരാത്രിയുടെ അർത്ഥം അറിയാൻ പാടില്ലാതെ ആർക്കെങ്കിലും കുറച്ച് പേർക്ക് ദക്ഷിണ കിട്ടാനുള്ള ഒരു പ്രോഗ്രാമാക്കി ഇതിനെ അധപ്പതിപ്പിക്കുക എന്നുള്ളത് ഈ ഭാരതത്തോടും ഭാരതത്തിൻ്റെ സംസ്കാരത്തോടും ഈ ശാസ്ത്ര ലോകത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ്. ഉണ്ണാതെ ഉറങ്ങാതെ ഇരിക്കുക എന്നുള്ളതല്ല, ഉണർന്നുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതാണ് ശിവരാത്രി വ്രതം. അതെ, ശിവൻ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട്, പറഞ്ഞുകൊണ്ട്, അറിയിച്ചുകൊണ്ട്, അതിനെ ലോകത്ത് മുഴുവൻ ആ അറിവിനെ വാരി വിതറിക്കൊണ്ട് ഒരു ദിവസം ഈ ഭൂമിയെക്കുറിച്ച്, പാർവതിയെക്കുറിച്ച്, ശിവനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നു. വ്രതം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് സന്തോഷത്തെ ചെയ്യുന്ന അവസ്ഥയാണ് വ്രതം. അതായത് മനസ്സ്, വാക്ക്, പ്രവൃത്തി എന്നീ ത്രിവിധ കരണങ്ങളെ കൊണ്ടുള്ള അനന്യപരമായിട്ടുള്ള സേവയോട് കൂടിയിട്ടുള്ള നിഷ്ഠ, അതിലേറ്റവും വലിയ വ്രതം ശിവരാത്രി വ്രതമാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ, നമ്മൾ